ചിലപ്പോൾ ഈ വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് സുപ്രീം കോടതിയുടെ ഒരു വലിയ വിധി വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും പോലീസിനെ ഭയപ്പെടുന്നവരാണ്. പോലീസ് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസ് നമ്മളെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് പോലീസിന് മുമ്പിൽ സാഷ്ടാംഗം വീഴുന്ന ആൾക്കാരാണ്. പോലീസ് നമ്മളെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നിങ്ങൾക്കൊരു വക്കീലുണ്ടെങ്കിൽ വക്കീലിന് വിവരം അറിയിക്കുക, എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിക്കുക. പോരാത്തതിന് പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അറസ്റ്റ് വാറണ്ട് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസിന് വെറുതെ ഒന്നും ആരെയും പിടിച്ചുകൊണ്ടു പോകാനുള്ള യാതൊരുവിധ അവകാശവുമില്ല, അധികാരവുമില്ല. ഇപ്പോൾ ഇത് സുപ്രീം കോടതി ഇതിലൊരു സുപ്രധാന വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഏജൻസി ഏതെങ്കിലും കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അറസ്റ്റിനുള്ള കാരണം അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി നൽകണമെന്നാണ് സുപ്രീം കോടതി വ്യാഴാഴ്ച ഒരു ചരിത്ര വിധിന്യായത്തിൽ പറയുന്നത്. അതായത് ഇനി പോലീസ് നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായി വന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായി നിങ്ങളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം 2 മണിക്കൂർ മുമ്പേ നിങ്ങൾക്ക് എഴുതി നൽകണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അത് വായിക്കാനും പഠിക്കാനും വേണ്ടി വന്നാൽ നിയമസഹായം തേടാനുമുള്ള സമയം നിങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിലവിലത്തെ ഉത്തരവ് എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ ഈ വിധി വ്യക്തി സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഭരണഘടനാ സംരക്ഷണത്തെ ശക്തിപ്പെടുത്തും. PMLA അല്ലെങ്കിൽ UAPA പോലുള്ള പ്രത്യേക നിയമങ്ങൾ പ്രകാരം മാത്രമല്ല, IPC BNS പ്രകാരമുള്ള അറസ്റ്റ് സമയത്ത് പ്രതിയുടെ അറസ്റ്റിൻ്റെ കാരണം രേഖാമൂലം പറയേണ്ടത് നിർബന്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. തുടർന്നുള്ള എല്ലാ അറസ്റ്റുകളിലും ഈ നടപടിക്രമം നടപ്പിലാക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അറസ്റ്റിനുള്ള കാരണം രേഖാമൂലം അറസ്റ്റിലായ വ്യക്തിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അറിയിച്ചില്ലെങ്കിൽ ഒരാളുടെ അറസ്റ്റും തുടർന്നുള്ള റിമാൻഡും നിയമവിരുദ്ധമായി കണക്കാക്കുമെന്നും ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവരടങ്ങുമുള്ള ബെഞ്ചാണ് പറഞ്ഞത്. 2024 ജൂലൈയിൽ നടന്ന മുംബൈ BMW വാഹനാപകടത്തിൽ മിഹിർ രാജേഷ് ഷാ വേഴ്സസ് മഹാരാഷ്ട്ര സർക്കാർ എന്ന കേസിലാണ് ബെഞ്ച് ഈ വിധി പ്രഖ്യാപിച്ചത്. കേസ് ഒരു പ്രധാന കേസായി പരിഗണിച്ച് ബെഞ്ച് ഒരേ സമയം നിരവധി അപ്പീലുകൾ കേൾക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.